നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ബജിയാണ്. ഒറ്റ ബാറ്റർ കൊണ്ട് നമ്മളിന്ന് കുറച്ച് ബജികൾ ഉണ്ടാക്കുന്നുണ്ട്. മുളക് ബജി, കാ ബജി, മുട്ട ബജി, ഓണിയൻ റിങ്സ്. ഒട്ടും താമസിക്കാതെ നിങ്ങളെല്ലാവരെയും ഞാൻ ആ വീഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മളിന്നുണ്ടാക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ബജിയാണ്. നമുക്ക് ടീ ഷോപ്പിലും നമ്മുടെ റോഡ് സൈഡിലെല്ലാം നമ്മളെപ്പോഴും കാണാറുള്ള നമ്മുടെ മുളക് ബജി, കാ ബജി, ഓണിയൻ റിങ്സ്, മുട്ട ബജി, കാടമുട്ട ബജിയൊക്കെയാണ് നമ്മളുണ്ടാക്കുന്നത്. എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലമാവ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 1 കപ്പ് മൈദമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മളാണ്ട് ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കണം. ഇതായിട്ടുണ്ട്. നമുക്കിത് ഓരോ ബജികളായിട്ട് പൊരിച്ചെടുക്കാം. നമ്മളാദ്യം മുളക് ബജിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ആ മുളക് 2ആയിട്ട് കട്ട് ചെയ്യുക. ചെറിയ മുളകാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കായുടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതിനോടൊപ്പം നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മുട്ട 2ആയിട്ടൊന്ന് കീറി കൊടുക്കുക. നമ്മളൊരു കാസ്റ്റ് അയൺ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം നമ്മൾ മുളക് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു മുളകെടുത്ത് ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബജിയെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ബജിയെല്ലാം ആയിട്ടുണ്ട്. ഈ കളറിലാവുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമ്മൾ എടുക്കണം. ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. കാ ബജി ഉണ്ടാക്കാം. മാവിലേക്ക് മുക്കിയിട്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ ഒരൊറ്റ ബാറ്റർ കൊണ്ട് നമുക്ക് ഏത് ബജി വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സാധനം കൊണ്ട് വേണമെങ്കിലും ബജി ഉണ്ടാക്കാം. നമുക്ക് ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബജിയെല്ലാം റെഡി ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. നമുക്കിത് സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മൾ മുട്ട ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ അങ്ങനെ അടുക്കിയിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ കയ്യിലോട്ടൊന്നും തെറിച്ച് വീഴാതെ നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഒറ്റ ബാറ്റർ കൊണ്ട് നമുക്ക് ഏത് തരം ബജി വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തതായതുകൊണ്ട് വലിയതായിട്ട് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ ബാറ്റർ ഒന്ന് മുരുക്കി കിട്ടിയാൽ മതി. നമുക്ക് കോരിയെടുക്കാം. അടുത്ത നമ്മളിനി ഒനിയൻ റിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റിങ് ഇങ്ങനെ ആയിട്ട് മുക്കുക. എണ്ണയിലേക്ക് ഇടുക.
ഒനിയൻ റിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് കാടമുട്ട ബജ്ജി ഉണ്ടാക്കാം. നമ്മുടെ കാടമുട്ട ബജ്ജിയെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കണം. വളരെ എളുപ്പമാണ്. ഈ ബാറ്റർ തയ്യാറാക്കുന്നതും മാത്രമേ ഉള്ളൂ ശാക്കര സമയം എടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. ഇതെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ ബജ്ജികളെല്ലാം നമ്മൾ വറുത്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ്. ഒനിയൻ റിങ്, മുട്ട ബജ്ജി, കാടമുട്ട ബജ്ജി, കാബജി, മുളക് ബജ്ജി എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബജ്ജിയെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പ്ലേറ്റോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂട് ചായയുടെ കൂടൊപ്പം സെർവ് ചെയ്യാം. ഏതെങ്കിലും ഒരു ചട്നിയോടൊപ്പമോ അഥവാ ടൊമാറ്റോ കൊച്ചപ്പനോടൊപ്പമോ ചൂടോടെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. എളുപ്പം ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.